ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ സിംഗിൾ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനെ വീഡിയോസ് ഇടാനും ഒന്നും പറ്റാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം എന്താ പറയുക, ഓഫർ പ്രൈസിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മിക്ക പ്ലാന്റ്സും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലില്ല നമുക്ക്. അപ്പോൾ മാക്സിമം കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം, കൂട്ടത്തിൽ അതിൻ്റെ പ്രൈസും പറഞ്ഞു പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കോംബോലെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, ഗ്രീൻ ഫ്രോസൺ. കണ്ടോ, ഇതിനകത്ത് ഇതേ ഒരു ഷൂട്ടൊക്കെ, രണ്ട് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇത് ഒരു ഷൂട്ട്, ഇതൊരു ഷൂട്ട്, പിന്നെ ബാക്കിൽ കണ്ടോ, തൊട്ട് ബാക്കിലൊരു ഷൂട്ട്, അങ്ങനെ രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 300 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഗ്രീൻ ഫ്രോസൻ്റെ ഒരു മദർ പ്ലാന്റും 2 ബേബി പ്ലാന്റും ആണ് കേട്ടോ ഇതിനകത്തുള്ളത്. പിന്നെ സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് ഈ ഫ്രോസൺ ആണ് കേട്ടോ. ഈ ഫ്രോസണിൽ അതുപോലെ അതേ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത്. 300 തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രോസണ് രണ്ടും സെയിം റേറ്റ് ആണ് കേട്ടോ. ഇത് രണ്ടും ഇതിൽ കാണുന്ന ഓരോ പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ, വാലന്റൈൻ്റെ പ്ലാന്റ്. ഇത് സിംഗിൾ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 170 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. സിംഗിൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ എക്സ്ട്രാ നമുക്ക് എടുക്കാനില്ല കേട്ടോ. ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞു പോകാം കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 170 തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിതേ ഇത് കേട്ടോ, ഈ ഒരു വെറൈറ്റി പിങ്ക് സോഡാണിത്. കണ്ടില്ലേ, പിങ്ക് സോഡ്. ഇതിന് 220 കേട്ടോ പിങ്ക് സോഡിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതേ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആണ്. ഇത് ഡബിൾ ഷൂട്ടാണ് കേട്ടോ. കണ്ടില്ലേ, 130 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് ഇതേ ഈ ഒരു വെറൈറ്റി. ഇത് വന്നിട്ട് പിങ്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ. കണ്ടില്ലേ, പിങ്ക് സ്പ്ലാഷ്. ഇതിന് റേറ്റ് വന്നിട്ട് 230 കേട്ടോ. ഒറ്റ പ്ലാന്റ് നമുക്ക് ഇതന്നെ ഉള്ളൂ, വേറെ എക്സ്ട്രാ പ്ലാന്റ് ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ട് റൈസ് നാരോ ആണ് കേട്ടോ ഇത്. ഇതിന് റേറ്റ് വന്നിട്ട് 150 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒറ്റ പ്ലാന്റേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്കുള്ളത് ഇതേ ഈ ഒരു പപ്പായയാണ് കേട്ടോ, യെല്ലോ പപ്പായ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ, നല്ല കളറും ഉണ്ട്, നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വന്നിട്ട് 250 കേട്ടോ. ഇത് ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ, എക്സ്ട്രാ എടുക്കാനായിട്ടില്ല. പിന്നെ നമുക്കുള്ളത് ഇതേ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫയർ റെഡ് കേട്ടോ, ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഷൂട്ട്സ് ഉണ്ട്, ബേബി ഷൂട്ട്സ്. ഇതിൻ്റെ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഉണ്ട്, ഇതുപോലെ ഷൂട്ട്സ് വരുന്ന പ്ലാന്റ് തന്നെയാണ്. അതിൽ ഒരു ഷൂട്ട് പക്ഷേ 3 ലീഫൊക്കെ വിരിഞ്ഞിട്ടുള്ള ഒരു ഷൂട്ടാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 300 ഇതിൻ്റെ എക്സ്ട്രാ ഒരു പ്ലാന്റും കൂടി ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ, ഗ്രീൻ ഐസ് അങ്ങനെ എന്താണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. ഇത് ഷൂട്ടുകളുള്ള പ്ലാന്റാണ്. ഇതേ ഒരു മദർ പ്ലാന്റ്, പിന്നെ അതുപോലെ ഇതിൽ 2-3 ബേബി ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ലീഫ് വിരിഞ്ഞതും ഇത് കണ്ടോ, ഇതിപ്പോൾ ലീഫ് വിരിഞ്ഞതും പിന്നെ 2 ഷൂട്ടായിട്ടുള്ളതൊക്കെ പ്ലാന്റുകളുണ്ട്. ഇതിൻ്റെയും എക്സ്ട്രാ ഒരു പ്ലാന്റും കൂടി നമുക്ക് എടുക്കാനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ. ഇതിന് 250 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് 10 കാരറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ സൈസ് അറിയാലോ, ഒക്കെ ഒരു ഏകദേശം ഈക്വൽ സൈസായിട്ടുള്ള പ്ലാന്റുകളാണ്. 10 കാരറ്റ് ആണ് കേട്ടോ. ഇതിന് 220 കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റും കൂടിയും എക്സ്ട്രാ നമുക്ക് എടുക്കാനായിട്ടുണ്ട്. ഇതൊക്കെ തൈകളായിരുന്നു, ഇപ്പോൾ ഇത്രയെങ്കിലും ഗ്രോത്ത് വെച്ചത് ഞാൻ, അതുകൊണ്ട് സെയിലിന് ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കുള്ളത് റെഡ് എമറാൾഡിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. ഇതാണ് സൈസ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 150 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ, റെഡ് ബാർബി. കണ്ടില്ലേ, ഇതാണ് സൈസ് വരുന്നത്. ഇതിന് 250 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളൊരു പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, എന്താണ് ഐഡിയ എന്നുള്ളത് അറിയില്ല. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ.
സൂപ്പർ വൈറ്റ് 2 പ്ലാന്റും കൂടി എക്സ്ട്രാ നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. സൈസ് 230 കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഇത് കേട്ടോ. ഇത് വന്നിട്ട് സൺസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ്. ഇത് ഒറ്റ പ്ലാന്റ് നമുക്ക് എടുക്കാനായിട്ടുള്ളൂ. എക്സ്ട്രാ ഇല്ല സൺസ്റ്റാർ. 240 കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമുക്ക് വന്നിട്ട് പിങ്ക് ക്യാബേജിൻ്റെ ലാസ്റ്റത്തെ പ്ലാന്റ് ആണ് കേട്ടോ. അത് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു, അത് സെയിലായി. ഇത് ഇനിയുള്ളത് ലാസ്റ്റത്തെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ക്യാബേജിൻ്റെ. ഇതിന് റേറ്റ് വന്നിട്ട് 260 കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഒറ്റ പ്ലാന്റ് ആയതുകൊണ്ടാണ് റേറ്റിന് കൊടുക്കുന്നത്. ഒന്നേ ഉള്ളൂ കേട്ടോ അത്. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ കോബ്രയുടെ ഈ സൈസുള്ള പ്ലാന്റുകൾക്കൊക്കെ 180 റേറ്റ് വരുന്നത്. പിന്നെ മദർ സൈസ് പ്ലാന്റ് ഉണ്ട്, അതായത് ഈ ഒരു കട വലുപ്പത്തിലുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 220, മറ്റേന് 180 കേട്ടോ. 2 സൈസിലുള്ളതുണ്ട്. പിന്നെ നമുക്കുള്ളത് ഡാൽമൻഷനാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ഡാൽമൻഷനാണ്. കണ്ടോ, പിങ്ക് ഡാൽമൻഷനാണ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെയും എക്സ്ട്രാ ഒരു പ്ലാന്റ് എടുക്കാനുണ്ടാവും. പിന്നെ വന്നിട്ട് ഇത് ഐസ്ബർഗാണ്. ഐസ്ബർഗൊക്കെ ഇതുപോലെ ഷൂട്ട്സ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനകത്തൊരു മദർ പ്ലാന്റ്, ഒരു ഷൂട്ടും പിന്നെ അതേ എക്സ്ട്രാ വേറൊരു ഷൂട്ടും ഉണ്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 250 കേട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെയും എക്സ്ട്രാ ഒരെണ്ണം കാണും, വേറെ ഇല്ല, ബാക്കിയൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ളത് ബോക്സറിൻ്റെ ഈ ഒരു പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 170 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നത്തെ പ്ലാന്റ് വന്നിട്ട് ഡ്രാഗൺ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയില്ലേ, അതാണ് കേട്ടോ ഡ്രാഗൺ റെഡ്. ഇതും അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 240 ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ചൈന പിങ്ക്. നനച്ചിട്ടില്ല, അതിൻ്റെ ക്ഷീണമാണ്. നനച്ച് കഴിയുമ്പോൾ അത് എണീറ്റ് തുടങ്ങാണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കണം. ചൈന പിങ്ക് കേട്ടോ. ഇത് ലാസ്റ്റത്തെ പ്ലാന്റാണ്. ഇതും ഒറ്റ പ്ലാന്റേ ഉള്ളൂ. 230 റേറ്റ് വരുന്നത്, എക്സ്ട്രാ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. കൊറിയർ വന്നിട്ട് മൺഡേ ആയിരിക്കും കേട്ടോ കൊറിയർ. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കാം.